പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരഞ്ഞെടുപ്പിൽ 100 സീറ്റ് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണല്ലോ UDF. ഇപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ വിസ്മയങ്ങൾ ഓരോന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നണിക്കുള്ളിൽ ഹൈഫൈവും പരിശോധിക്കുന്നു, സഹയാത്രികർ വഴി പിരിയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർക്കാരിനോട് ഇടഞ്ഞ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന നടൻ പ്രേംകുമാർ KPCC വേദിയിലേക്ക് എത്തുകയാണ്. നാളെ കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യ അതിഥിയാകും. ഇടത് കോട്ടയായ മലമ്പുഴയിൽ VSന്റെ മുൻ PA A സുരേഷ് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. അക്കാര്യം അദ്ദേഹം തന്നെ ഇന്നിപ്പോൾ ന്യൂസ് മലയാളത്തോട് സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതിനിടയിലാണ് CPI വിട്ട് നടൻ ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നത്. പ്രേംകുമാറിന്റെ പിണക്കം മാറ്റാൻ പാർട്ടി ശ്രമിക്കുമെന്ന് MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചു. പിണങ്ങിയേ പറ്റൂ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുമെന്നും അദ്ദേഹം ചോദിച്ചു. അതേപോലെ കോൺഗ്രസിൽ പോയി അബദ്ധം കാണിക്കുമെന്ന് കരുതുന്നില്ല എന്നാണ് പ്രേംകുമാർ വിഷയത്തിൽ മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചത്. നമുക്ക് ആ രണ്ട് പ്രതികരണങ്ങൾ കേൾക്കാം. ഇവരൊന്നും പാർട്ടി മെമ്പർമാരോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊന്നും അല്ലല്ലോ. ഞങ്ങൾ പല ആളുകളെയും പൊതുവായ വേദിയിൽ സഹകരിപ്പിക്കാറുണ്ട്. പാർട്ടി മെമ്പർഷിപ്പ് നോക്കിയിട്ടൊന്നുമല്ല. പാർട്ടി മെമ്പർഷിപ്പൊന്നും ഇല്ലാതെ വരെ തന്നെ ഞങ്ങൾ പല വേദിയിലും സഹകരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല സ്ഥാനങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നം വെച്ച് ചിലർ ഞങ്ങളുമായിട്ട് പിണങ്ങുന്നുണ്ട്. പിണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. പിണങ്ങിയേ പോകുമെന്നുള്ള പറഞ്ഞാൽ അവരങ്ങ് പോകും. അതിൽ വേറെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിവാകേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രേംകുമാറിനെ പോലുള്ള ഒരു ഇടതുപക്ഷ കലാകാരൻ, ചിന്തകൻ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തുമായിട്ട് എത്രയോ നാളത്തെ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു. അദ്ദേഹം സ്ഥാനം ഉള്ളപ്പോഴും സ്ഥാനം ഇല്ലാത്ത അവസരത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ആ രൂപത്തിലൊരു അബദ്ധം കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുനാണ് ഈ വാർത്തയുടെ വിശകലനങ്ങളുമായി നമുക്കിപ്പം തത്സമയമുള്ളത്. അർജുൻ, ഗുഡ് ഈവനിങ്. അതായത് എല്ലാവരും ഈ ഭരണത്തിൽ മടുത്തു കഴിഞ്ഞു, എല്ലാവരും ഈ പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒന്ന്. സർക്കാരുമായി ചേർന്നു നിൽക്കുന്നവരെയൊക്കെയും UDFലേക്ക് എത്തിക്കാൻ കടുത്ത നീക്കങ്ങളുണ്ട്. അവരെ കാണുന്നു, അവരുമായി സംസാരിക്കുന്നു, ചർച്ചകൾ നടത്തുന്നു. ആ നീക്കങ്ങളുടെ ഭാഗമായി ഇതാ ഒന്നിനു പുറകെ ഒന്നൊന്നായി UDFലേക്ക് എത്തുകയാണ് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്നവർ. VSന്റെ നിഴലായ വിശ്വസ്തൻ, മലമ്പുഴ നന്നായി അറിയാവുന്ന A സുരേഷ് വരുന്നു. പ്രേംകുമാറും ജയൻ ചേർത്തലയും ഒക്കെ സിനിമാ രംഗത്ത് നിന്ന് വരികയാണ്. അപ്പോൾ വിസ്മയങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി നടന്നെടുക്കുന്നു UDFലേക്ക്. അപ്പം എന്താണ് ഇടതുമുന്നണിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അർജുൻ? സേതു, ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ UDFന് കൂടുതൽ ശക്തി ഉണ്ടാകുന്നു, അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ള ഒരു പൊതുവികാരം നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെ അതിനോട് ചേർത്ത് വെക്കാമെങ്കിൽ കൂടിയും ഇക്കാര്യങ്ങളിൽ ഇടതുപക്ഷത്തിന് വലിയ വീഴ്ച അല്ലെങ്കിൽ ആ തരത്തിൽ അവരുടെ സാംസ്കാരിക പരിസരമൊക്കെ ദുർബലമാകുന്നുവെന്ന തോന്നൽ പൊതുവെ ഉരുത്തിരിയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രേംകുമാറിൻ്റെ വിഷയത്തിലടക്കം ഇടതുമുന്നണിക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയ കാര്യത്തിൽ ഇടത് സർക്കാർ എടുത്ത സമീപനം. അതിനുശേഷം പ്രേംകുമാർ പരാതി ഉന്നയിച്ച ഘട്ടത്തിലും അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കാൻ CPMൻ്റെയോ LDFൻ്റെയോ ഏതെങ്കിലും നേതാക്കൾ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണിപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്കും പ്രേംകുമാർ CPM വിട്ട് കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനും കാരണം. ഈ ഘട്ടത്തിലാണ് ഇടതുപക്ഷം അദ്ദേഹത്തോട് അനുനയത്തിന് ശ്രമിക്കുന്നത്. അതേസമയത്ത് അതിന് തയ്യാറല്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടുത്ത ദിവസം കോൺഗ്രസിൻ്റെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ പ്രേംകുമാർ തീരുമാനിക്കുകയും ചെയ്തത്. സുരേഷിൻ്റെ കാര്യവും അങ്ങനെയാണ്. VSന്റെ സഹായിയായി ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച ആളാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ പുറത്താക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് മറ്റു പാർട്ടികളിലേക്കൊന്നും പോകാതെ CPMലേക്ക് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം പലവട്ടം CPMനെ സമീപിച്ചതുമാണ്. പക്ഷേ അന്നൊന്നും CPM അത് മുഖവിലക്കെടുത്തില്ല. ആ പശ്ചാത്തലം
പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നോടിയായി ഇപ്പോൾ സുരേഷും CPM വിട്ട് കോൺഗ്രസിൻ്റെ പാതയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ വരുന്നത്. അതിനൊപ്പം ജയൻ ചേർത്തലയുടെ പേരുകൾ കൂടി ചേർത്ത് വെക്കണം. ഇതിൻ്റെ പ്രത്യാഘാതം ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്നാമത്തേത് ഈ പറയുന്ന ഇടതുപക്ഷം ദുർബലമാകുന്നുവെന്നൊരു പ്രതീതി, അല്ലെങ്കിൽ അവരുടെ സാംസ്കാരിക ഇടത്ത് നിന്ന് ആളുകൾ പോകുന്നുവെന്നൊരു തോന്നൽ ആളുകളിലേക്ക് ഉണ്ടാകും. അത് തെരഞ്ഞെടുപ്പിലടക്കം ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ സുരേഷിനെ മലമ്പുഴ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു. പ്രേംകുമാറിന് കഴക്കൂട്ടം മണ്ഡലമാണ് പരിഗണിക്കുന്നത്. ഇത് രണ്ടും CPM-ന്റെ സിറ്റിംഗ് മണ്ഡലമാണ് എന്ന് മാത്രമല്ല ഈ രണ്ടിടത്തും രണ്ടാം സ്ഥാനത്തുള്ളത് BJP ആണ്. ഇപ്പോൾ മലമ്പുഴയിൽ 75,000-ഉം 50,000-ഉമാണ് വോട്ട് വ്യത്യാസമെങ്കിലും സുരേഷ് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ CPM-ൽ നിന്ന് കുറച്ച് വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി CPM-ന്റെ വോട്ട് കുറയും. BJP-ക്ക് വോട്ട് കൂടുകയാണെങ്കിൽ അവിടെ BJP-ക്കുള്ള ജയസാധ്യത പോലും ഉണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷം കാണേണ്ട അപകടം. അതിന് സമാനമാണ് കഴക്കൂട്ടവും. കഴക്കൂട്ടത്തും ഈ മലമ്പുഴയിലുമൊക്കെ UDF-ന്റെ വിജയസാധ്യതയില്ല, പക്ഷേ അത് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ വിജയസാധ്യതയെ ബാധിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയം. കഴക്കൂട്ടത്തും രണ്ടാം സ്ഥാനത്ത് BJP ആണ്, മൂന്നാമതാണ് കോൺഗ്രസ്. പക്ഷേ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളൊക്കെ സമാഹരിക്കാൻ പ്രേംകുമാറിന് ഒരു പരിധിവരെ കഴിയുകയാണെങ്കിൽ അത് BJP-ക്ക് മുന്നിൽ വരാനുള്ള സാധ്യതയാണ് തുറക്കുന്നത്. അത്തരമൊരു അപകടം ഇടതുപക്ഷം തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് ആണ് സംശയം. പ്രേംകുമാറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടുവെന്നാണ് അദ്ദേഹത്തിൻ്റെ തുടർ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ രീതിയിലുള്ളൊരു സമവായ നീക്കത്തിലേക്ക് ഇടതുപക്ഷം പോയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ ആകെ തുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടി വരാൻ പോകുന്നു, അല്ലെങ്കിൽ അവർ കുറെ കൂടി ദുർബലമാകുന്നു എന്ന തോന്നൽ ആളുകളിലേക്ക് ഉണ്ടാകാനുള്ള ഒരു ഇടവരുത്തുന്നു ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പരമാവധി മുതലെടുക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുകയും ചെയ്യാം. ഓക്കെ അർജുൻ, ശരി, വ്യക്തമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഉണ്ടാകുന്ന ഈ ഒരു അപകടം അടുത്തെങ്കിലും ഒക്കെ ഇടതുമുന്നണി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത്യാവശ്യം പരുക്ക് പറ്റും എന്നാണ് ഇപ്പോൾ അർജുൻ പറഞ്ഞതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം. പ്രിയപ്പെട്ട